കരുണാനിധിയേ കാൽവരിയന്തേ നീ മാത്രമാണെനിക്കാധാരം. നീ മാത്രമാണെനിക്കാധാരം. I loved the world. Do you love the world? ഞാൻ ലോകത്തെ സ്നേഹിച്ചു. നീ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ കർത്താവിനോട് അല്പം കുസൃതി കലർത്തി പറഞ്ഞു, കർത്താവേ അതൊക്കെ എന്നോട് ചോദിച്ചാൽ വലിയ പ്രയാസമാണ്. ഐ എം എ ഹ്യൂമൻ ബീയിങ്. എനിക്കിപ്പോൾ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ പറ്റുമോ? എന്നെ കർത്താവ് പറഞ്ഞു, forget about the whole world. You have a world of your own, isn't it? കർത്താവ് പറഞ്ഞു, നീ മുഴുവൻ ലോകത്തിന്റെ കാര്യമൊക്കെ വിടാം, പക്ഷെ നിനക്കൊരു ലോകമുണ്ടല്ലോ, അതിനെ നീ സ്നേഹിക്കുന്നുണ്ടോ? അപ്പം ഞാൻ എൻ്റെ ബുന്ദേൽഖണ്ഡ് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, മധ്യപ്രദേശിൽ. കൂടുതൽ സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ച് നോക്കി, ബുന്ദേൽഖണ്ഡിലെ ആൾക്കാരെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഉണ്ട്. എന്നെ അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. അവരെൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ലോർഡ്, ഐ തിങ്ക് ഐ ലവ് മൈ വേൾഡ്. ഞാൻ എൻ്റെ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഉടനെ കർത്താവ് പറഞ്ഞു, ഓക്കെ, ബട്ട് റിമെമ്പർ വെൻ ഐ ലവ്ഡ് ദ വേൾഡ് ഐ ഗേവ് മൈ ഓൺലി ബിഗോട്ടൻ സൺ. ഞാൻ ലോകത്തെ സ്നേഹിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഏക പുത്രനെ ഞാൻ ലോകത്തിന് കൊടുത്തു. നീ നിന്റെ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നീ എന്താ കൊടുക്കാൻ പോന്നേ? ഈ പറഞ്ഞതുപോലെ എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യാത്തൊരു സ്റ്റേജ് ആയിപ്പോയി. ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ്. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ ലൈറ്റ്നിങ്. ഐ ഡിഡ്ന്റ് നോ വാട്ട് ഐ കുഡ് ഡു. ഐ വാസ് ജസ്റ്റ് വാണ്ടറിങ്. എനിക്കങ്ങ് വല്ലാതെ ഞാൻ അലയുന്ന ഒരു സ്റ്റേജിലായിപ്പോയി. പെട്ടെന്ന് കർത്താവിനോട് പറഞ്ഞു, ലവ് ഈസ് പ്രൂവൻ ഓൺലി വിത്ത് സാക്രിഫൈസ്. സ്നേഹം യാഗം കൊണ്ട് മാത്രമേ തെളിയിക്കപ്പെടുന്നുള്ളൂ. സ്നേഹം ത്യാഗം കൊണ്ട് മാത്രമേ തെളിയിക്കപ്പെടുന്നുള്ളൂ. സമ്മാനം കൊണ്ട് പോലും അല്ല സ്നേഹം തെളിയിക്കപ്പെടുന്നത്. ഞാനിപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ പിള്ളേർക്ക് ചിലപ്പോൾ കുറച്ച് മുട്ടായി വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുമായിരിക്കും. അതൊന്നും ഒരു ത്യാഗമൊന്നുമല്ല. എനിക്കിപ്പോൾ 2 കിലോ മുട്ടായി വാങ്ങിച്ചു കൊടുത്താൽ, സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുത്താൽ ഒന്നും എൻ്റെ പേഴ്സ് അങ്ങ് ചോർന്ന് പോകത്തൊന്നുമില്ല. അതിനുള്ള പൈസയൊക്കെ എൻ്റെ ഉണ്ട്. പക്ഷെ ത്യാഗമെന്ന് പറയുന്നത് എനിക്ക് തിരിച്ചു കിട്ടാൻ വയ്യാത്ത രീതിയിൽ നഷ്ടം സംഭവിക്കുമ്പോഴാണ് ത്യാഗം ഉണ്ടാകുന്നത്. ഞാനൊരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അതിന് ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴല്ല. ആ കുഞ്ഞിന് എൻ്റെ കിഡ്നി ഫെയിലാണെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന് എൻ്റെ കിഡ്നി കൊടുക്കാൻ ഞാൻ തയ്യാറാവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഐ റിയലി ലവ് ദാറ്റ് ബോയ്, റൈറ്റ്? ത്യാഗം കൊണ്ട് മാത്രമേ സ്നേഹം തെളിയിക്കപ്പെടുന്നുള്ളൂ. ദൈവം എന്നെ പഠിപ്പിച്ച ഒരു വലിയ പാഠമാണ്. പിന്നീടുള്ള പല സന്ദർഭങ്ങളിലും മിഷൻ ഫീൽഡിലും മറ്റ് സ്ഥലങ്ങളിലും ത്യാഗം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. നെഹമയ എന്താ ചെയ്യുന്നതെന്നറിയാമോ? നെഹമയ ജനതയുടെ ദുഃഖം തെരഞ്ഞെടുത്തു. ജനതയുടെ ദുഃഖം മാത്രമല്ല, ജനതയുടെ പാപം അവൻ്റെ ഭാഗമാക്കി. മോസസിൻ്റെയും പൗലോസിൻ്റെയും ഒക്കെ സ്റ്റോറിയിൽ അത് കാണുന്നുണ്ട്. പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോശ ഇടയ്ക്ക് നിന്നിട്ട് പറഞ്ഞു, കർത്താവേ നീ അവരോട് ക്ഷമിക്കണമേ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും നീ ഇവരെ കൊണ്ടുവന്ന് മരുഭൂമിയിൽ നശിപ്പിച്ച് കളഞ്ഞത്, അത് നിന്റെ നാമത്തിന് അപമാനമാണ്. അതുകൊണ്ട് നിന്റെ നാമത്തെ ഓർത്ത്, അവിടെ പറയുന്നതാണ്, നിങ്ങളെ ഭാഗം വായിക്കണം, എക്സോഡസ് ചാപ്റ്റർ 32 and 33. നിങ്ങൾ കർത്താവ് മോശ ആദ്യം പറയുന്നത് നിന്റെ നാമത്തെ ഓർത്ത് നീ അവരോട് ക്ഷമിക്കണം. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മോശ ഇറങ്ങി വരുന്നത്. മോശയോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും, എന്നിട്ട് ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മുഴുവൻ ഞാനങ്ങ് നശിപ്പിക്കാൻ പോകുകയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ നിന്നിൽ നിന്നൊരു പൈതലുണ്ടായി അതിനെ ഞാൻ എൻ്റെ ജനമാക്കിയെടുക്കും. അബ്രഹാമിൻ്റെ സന്തതി ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നത് പോലെ ഇനിയിപ്പോൾ അങ്ങനെ പറയത്തില്ല. എന്ത് പറയും? മോശയുടെ സന്തതി എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കിയെടുക്കും. നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞേ, എന്തോ ചെയ്യാനാ, ഈ ജനം എന്നും ദൈവത്തെ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ദൈവത്തിനൊരു ഉപകരണമായാലല്ല പറ്റുള്ളൂ. പക്ഷെ മോശ പറഞ്ഞു, വെയിറ്റ്, ലെറ്റ് മീ സീ. അവൻ ഇറങ്ങിച്ചെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് യഹോവയുടെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ സ്വന്തം സഹോദരന്മാരെ കൊല്ലുവാൻ പോലും മടിയില്ലാത്തവരായി ലേവിയിൽ ഇറങ്ങി വരുന്ന ചരിത്രം നമ്മളവിടെ കാണുന്നുണ്ട്. 33-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൻ ചെന്നിട്ട് പറയുന്ന 32-ാം അധ്യായത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. മോശ മടങ്ങി വന്നിട്ട് പർവ്വതത്തിൽ ചെന്നിട്ട് കർത്താവിനോടെയാണ്, കർത്താവേ ഈ ജനം മഹാപാപം ചെയ്തിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു നിന്റെ നാമം ഓർത്ത് ഇവരെ രക്ഷിക്കണമെന്ന്. പക്ഷേ ഇപ്പം എനിക്ക് അതുപോലും പറയാനുള്ള യോഗ്യതയില്ല. കാര്യം ഇവർ ചെയ്ത പാപം ഓർക്കുകയാണെങ്കിൽ നിന്റെ നാമമല്ല എന്തോ ഓർത്താൽ ഇവരെ രക്ഷിക്കാൻ എനിക്ക് അപേക്ഷിക്കാൻ പോലുള്ള യോഗ്യതയില്ല. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. എന്നിട്ട് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ പേര് നിന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ.
എന്താ അതിൻ്റെ അർത്ഥം? കർത്താവേ, ഒരു ഡിമാൻഡും എനിക്ക് നിന്റെ മുമ്പിൽ വെക്കാനില്ല. എന്ത് പറഞ്ഞും നിന്റെ സന്നിധിയിൽ ഈ ജനത്തോട് ക്ഷമിക്കണമെന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല. നേരത്തെ നിന്റെ നാമമൊക്കെ പറഞ്ഞു, ഇല്ല. പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം പറഞ്ഞില്ല. അതൊന്നും വെച്ച് ക്ഷമിക്കാൻ കഴിയുന്നതല്ല ഇവരുടെ പാപം. ഈ ജനം മഹാപാപം ചെയ്തിരിക്കുന്നു. എങ്കിലും പ്ലീസ് അവരോട് നിക്ഷമിക്കണമേ. ഇനി നിക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ അവരോടൊപ്പം എന്നെയും കൂടെ നീ നരകത്തിലേക്ക് തള്ളിയിടണമെന്ന് പറയുന്നത്. ഒരു സാധാരണ വ്യക്തിക്ക് ഒരു കാര്യത്താലും കാരണത്താലും പറയാൻ കഴിയാത്തത്ര നിലയിൽ, അതാണ് സ്നേഹമെന്ന് പറയുന്നത്. അതാണ് ജനങ്ങളെക്കുറിച്ചുള്ള സ്നേഹമെന്ന് പറയുന്നത്. അതാണ് ഒരുത്തിന് മധ്യസ്ഥനാകുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മോസസ് പറയാ, പ്ലീസ് ലോർഡ്, എന്റെ ജനങ്ങൾക്കില്ലാത്ത സൗഭാഗ്യം എനിക്ക് വേണ്ട. റോമാലേഖനം 9-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്. പൗലോസ് പറയാണ്, ഞാൻ സത്യമാണ് പറയുന്നത്, കള്ളമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് സത്യം എന്നുള്ളതിന് എൻ്റെ മനസാക്ഷി എനിക്ക് സാക്ഷി, പരിശുദ്ധാത്മാവും സാക്ഷി. ഇത്രയും വലിയൊരു കാര്യം പറയത്തക്ക രീതിയിൽ പൗലോസ് എന്താ കള്ളം പറയുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ റോമിലുള്ള റോമാക്കാരായ ആളുകൾ ചിന്തിക്കും? ഐ ഡോണ്ട് തിങ്ക്. പക്ഷെ പൗലോസ് പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ അത് സത്യമാകാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. പൗലോസ് പറയാണ്, എൻ്റെ ജനം ഇസ്രായേൽ മക്കൾ അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളത് എൻ്റെ ഹൃദയത്തിൻ്റെ അഭിവാഞ്ചയാണ്. ഞാൻ ദൈവത്തോടൊരു ബാർഗെയിൻ ചെയ്ത് അവിടെ എഴുതിയിരിക്കുകയാണ്, എൻ്റെ ഇസ്രായേൽ മക്കൾക്ക് പകരം കർത്താവിനോട് ഞാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇതാണ്, കർത്താവിനോട് ഞാൻ ഒരു ദിവസം പറഞ്ഞു, കർത്താവെ, ഞാൻ അവരെ ഒത്തിരി സ്നേഹിക്കുന്നു, അവരെൻ്റെ ജനമാണ്, അവരെല്ലാം സ്വർഗത്തിൽ പോകണം എന്നുള്ളത് എൻ്റെ അഭിവാഞ്ച. കർത്താവെ, ഞാനൊരു ഒരു ബാർഗെയിൻ ചെയ്യുക അതിൻ്റെ അടുത്ത്, നീ അവരെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകാമോ? അതിന് പകരം വേണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനോട് വേറുപെട്ട് എന്നും നരകത്തിൽ കഴിഞ്ഞോളാം. എനിക്കിന്നും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കർത്താവിനോട് പറയാ, നീ ഒരു രക്തസാക്ഷിയായി തീരുകയാണെങ്കിൽ ഒറീസയിലെ ജനങ്ങളെ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ ജനങ്ങളെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വട്ടം ഞാൻ സമ്മതിക്കും. ഞാൻ മരണത്തെ മുഖാമുഖം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മരണത്തെ അത്രയ്ക്ക് പേടിയൊന്നും ഇല്ലെന്നുള്ളൊരു അഹങ്കാരവും എനിക്കുണ്ട്. അതുകൊണ്ട് രക്തസാക്ഷിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ആനക്കാര്യമൊന്നുമില്ല. കാര്യം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത നിമിഷത്തിൽ ആരുടെ അടുത്ത് തന്നെയാണ്? കർത്താവിൻ്റെ അടുത്താണ്. പക്ഷേ കർത്താവ് ചോദിക്കുക, എടാ, നിന്നെ ഞാൻ നരകത്തിൽ അങ്ങ് വിട്ടിട്ട് ഇവരെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചാൽ ഐ വിൽ തിങ്ക് ട്വൈസ്, നോ ഡൗട്ട്. 2 പ്രാവശ്യം ഞാൻ ആലോചിക്കും. പക്ഷെ പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിനൊരു ബാർഗെയിൻ ചെയ്തു. എൻ്റെ ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിനോട് വേർപെട്ട് ഞാൻ ശാപഗ്രസ്തനായിക്കൊള്ളാം, നരകത്തിലോട്ട് പൊക്കോളാം, നീ ഇസ്രായേൽ മക്കളെ മുഴുവൻ സ്വർഗത്തിൽ കൊണ്ടുപോകാമെങ്കിൽ. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അവിടെയാണ് ജനങ്ങളുടെ പാപങ്ങളെ ഞാൻ ഏറ്റെടുക്കുന്നത്, ഞാൻ ദുരന്തം ഏറ്റെടുക്കുന്നത്. എസെക്കിയേൽ പ്രവചനത്തിലെ 23-ാം വാക്യത്തിൽ 23-ാം അധ്യായത്തിൽ നമ്മൾ എല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ കോപം ജനങ്ങളുടെ മേൽ പതിക്കാതെ വണ്ണം മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലാതാനും. അവിടെ മതിൽ കെട്ടി എന്ന വാക്ക് വളരെ പ്രസക്തമാണ്. എന്താണ് മതിൽ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളുടെ നേരെ വരുമ്പോൾ അത് ഇസ്രായേൽ മക്കളുടെ മുകളിൽ പതിക്കാതെ ഇടയ്ക്ക് കയറി നിൽക്കാൻ, ആരെങ്കിലും എന്നെ ഷൂട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ വെടിയുണ്ട എന്നിൽ ഏൽക്കാതെ എനിക്കും അതിന് ഇടയ്ക്ക് കയറി നിൽക്കുന്നത് പോലെ. ദാറ്റ് ഈസ് എക്സാക്ട്ലി മതിൽ കെട്ടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ദൈവത്തിൻ്റെ ക്രോധം എൻ്റെ മേൽ പതിച്ചോട്ടെ, പക്ഷെ എൻ്റെ ജനം രക്ഷപ്പെടണം. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹമെന്ന് പറയുന്നത്. ഇവിടെ നെഹമയ വാസ്തവത്തിൽ പറയുന്നത്, ഇറ്റ് ഈസ് മൈ സിൻസ്, ഇറ്റ് ഈസ് മൈ പെയിൻ. കർത്താവേ, എൻ്റെ തെറ്റാ. എൻ്റെ പിതാക്കന്മാർ പാപം ചെയ്തു, ഞാനും പാപം ചെയ്തു. അവരുടെ വേദന എൻ്റെ വേദനയാണ്. പക്ഷെ നീ ഞങ്ങളുടെ പാപങ്ങളെ മറന്ന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ യഥാസ്ഥാപനപ്പെടുത്തണമേ. ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഞാനത് സമ്മതിക്കുക കർത്താവേ. ഐ നോ ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ നിയമം പാലിച്ചില്ല. നീ നിയമം പാലിക്കും, നീ പാലിച്ചു. ഞങ്ങൾ നിയമം തെറ്റിച്ചു, പക്ഷെ നിന്റെ ദയയുണ്ടല്ലോ. മോസസ് പറയുന്നത് പോലെ, കർത്താവേ, ഞാൻ നേരത്തെ പറഞ്ഞു നിന്റെ നാമത്തെ ഓർക്കണമല്ലോ, ഇപ്പൊ അതൊന്നും ഞാൻ പറയാനില്ല. ഞങ്ങൾ മഹാപാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ദയ തോന്നി. പ്രിയമുള്ളവരെ, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വാസ്തവത്തിൽ എൻ്റെ അർത്ഥം.
മതിൽ കെട്ടാൻ തയ്യാറുള്ളവനെ കർത്താവ് ഇന്ന് നോക്കുകയാണ്. അവന്റെ പ്രോമിസസിനോട് ക്ലിങ് ചെയ്ത്, എൻ്റെ 8-9 വാക്യങ്ങളിൽ പറയുന്നത്, കർത്താവേ നീ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ, നീ പാപം ചെയ്താൽ ഞങ്ങളെ നീ ചിതറിച്ചു കളയും, പക്ഷെ തിരിച്ചു വരികയാണെങ്കിൽ ഞങ്ങളെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ചേർത്ത് കൊള്ളാമെന്ന് നീ ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. അതവിടെ പറയുന്നത്. ഞാൻ അവിടെ നിന്ന് 9-ാമത്തെ വാക്യത്തിൽ, എന്നാൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ അവരെ തെരഞ്ഞെടുത്ത് എൻ്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. അവൻ പ്രോമിസിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. കർത്താവെ ഞങ്ങൾ പാപം ചെയ്തു, പക്ഷെ ഞങ്ങളിപ്പം മടങ്ങി വരാൻ തയ്യാറാ. കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളെ മടക്കി വരുത്തണമേ. ഹീസ് ക്ലിങ്ങിങ് ടു ഹിസ് പ്രോമിസസ് അല്ലേ. സുറിയഫൈനിക്കാരിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, കർത്താവിനോട് അവൾ പറഞ്ഞു, കർത്താവെ നീ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് പറഞ്ഞത്, കർത്താവെ ഞാനിവിടെ ചെറിയ കാര്യം നിന്നോട് ചോദിച്ചപ്പോഴത്തേക്ക് നീ എന്നെ വിളിച്ചത് ശരിക്കും എന്താ കർത്താവ് അവളെ വിളിച്ചത് പട്ടിന്നാ വിളിച്ചത്, അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലേ. അതുകൊണ്ട് അവളെന്നെ പറയുന്നത് യെസ് ലോർഡ്, അതേ കർത്താവേ എന്നാ പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? യെസ് ലോർഡ്, ഐ എം എ ഡോഗ്. അവൾ പറഞ്ഞില്ല നോ നോ ഐ എം നോട്ട് എ ഡോഗ്. അവൾ പറഞ്ഞത് യെസ് ലോർഡ്, ഐ എം എ ഡോഗ്, ഞാനൊരു പട്ടിക്കുട്ടിയാ. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം. എന്താ? പട്ടിക്കുട്ടി വേറെ എവിടെ നിന്ന് കഴിക്കാനാ? മക്കൾ അപ്പൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നു, പട്ടിക്കുട്ടിയോ അതേ വീട്ടിൽ നിന്ന് തന്നെയല്ല കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ വേറെ ആരുടെ അടുത്ത് പോകാനാ? നീ നിന്റെ നല്ല ഭക്ഷണമൊക്കെ ആർക്ക് കൊടുത്തു? ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. പക്ഷേ ഞാനൊരു പട്ടിക്കുട്ടിയാ, ആ മേശയിൽ നിന്ന് എനിക്കൂടെ ഒരു ചെറു കഷണം തരണമേ. ഇതാണ് അവൻ്റെ വാഗ്ദത്തത്തോടുള്ള പറ്റിച്ചേരൽ എന്ന് പറയുന്നത്. ക്ലിങ്ങിങ് ടു ഹിസ് പ്രോമിസസ്. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവൻ നമ്മളോട് വാഗ്ദത്തം ചെയ്ത ആ ആത്മിക ഉണർവിന് വേണ്ടിയുള്ള ഒരു പറ്റിച്ചേരൽ അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിനോട് പറയാൻ പറ്റുമോ, കർത്താവേ ഞങ്ങൾക്ക് വേറെ ഓരോ സ്ഥലത്തേക്കും പോകാനില്ല, ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട് ഞങ്ങളുടെ സഭയുടെ അവസ്ഥയിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഞങ്ങൾ പലപ്പോഴും ഉപവസിച്ചിട്ടുണ്ട്, ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അതോട് ചേർന്ന് ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ എല്ലാ സ്ട്രാറ്റജികളും ഞങ്ങൾ മാറ്റിവെക്കുന്നു, ഞങ്ങളുടെ എല്ലാ ബുദ്ധിയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു, ഞങ്ങൾ നിങ്കലേക്ക് തിരിയുന്നു. കർത്താവേ നീ നിയമം പാലിക്കുന്നവനാണ്, ഞങ്ങൾ നിയമം പാലിച്ചില്ല. നീ പ്രോമിസ് ചെയ്തവൻ, വാഗ്ദത്തം ചെയ്തവനാണ്, പക്ഷെ ഞങ്ങൾ നിന്റെ വാഗ്ദത്തത്തോട് പറ്റി നിന്നില്ല. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തു. എൻ്റെ സഭയുടെ പതനത്തിന് കാരണം മറ്റുള്ളവരല്ല, ഞാനാ കർത്താവേ. എൻ്റെ തലമുറ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം മറ്റുള്ളവരല്ല കർത്താവേ, ഞാനാ. നിന്റെ സന്നിധിയിൽ ഒരു ന്യായവും പറഞ്ഞുകൊണ്ട് വരാൻ എനിക്കില്ല. ഞാൻ ഇതുവരെ എൻ്റെ നാമത്തിലാണ് പലപ്പോഴും വന്നത്. ഞാൻ അത് ചെയ്തു, ഞാൻ ഉപവസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഇല്ല കർത്താവേ, ഇന്ന് ഒന്നും പറഞ്ഞ് നിന്റെ സന്നിധിയിൽ വരാൻ എനിക്ക് കഴിയത്തില്ല. നീ ഞങ്ങളെ യഥാസ്ഥാപനപ്പെടുത്തണമേ, ഞങ്ങളെ മടക്കി വരുത്തണമേ. അതിന് ഞങ്ങൾ ആശ്രയിക്കുന്നതിൻ്റെ കരുണ മാത്രമാ, കൃപ മാത്രമാ. ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളുമായി നിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കരുണ ആവശ്യമാണ്. ഇന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ ആവശ്യമാണ്. അത് ഞങ്ങൾക്ക് പകർന്നു തരണമേ യേശുവേ. ഈ രാത്രിയിൽ ജനങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജനതയുടെ ദുഃഖം ഏറ്റെടുത്ത് ദുഃഖിക്കുവാനും, ജനങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് അവരുടെ ഷൂവിൽ കയറി നിന്ന് അവരുടെ ദുരന്തങ്ങളെ ഏറ്റെടുക്കുവാനും മതിൽ കെട്ടുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറയുന്ന, കർത്താവേ ഒരു മധ്യസ്ഥനാകുവാൻ എന്നെ സഹായിക്കണമേ. നെഹെമ്യാവിനെ പോലെ നിനക്കും ജനത്തിനും മധ്യത്തിലേക്ക് കയറി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ പെട്ടെന്ന് മതിൽ പണിയുന്ന കാര്യം ആലോചിക്കുന്നത് ഇല്ല കർത്താവേ. അതിനു മുമ്പ് ജനങ്ങൾക്കും നിനക്കും മധ്യത്തിൽ നെഹെമ്യാ നിന്നതുപോലെ ഇന്ന് രാത്രിയിൽ ഉണർവിന്റെ നായകനാകുന്നതിന് മുന്നോടിയായി നിനക്കും ജനത്തിനും മധ്യത്തിൽ കയറി നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. അവിടുത്തെ ദയ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. നിന്റെ വാഗ്ദത്തത്തിൽ ഞങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. ഞങ്ങൾ നായ്ക്കുട്ടികളാണ്, പക്ഷെ ഞങ്ങൾ വേറെ എവിടെ പോകാനാ കർത്താവേ? ഞങ്ങൾ പാപം ചെയ്തു, പക്ഷെ ഞങ്ങളെ വേറെ ആര് രക്ഷിക്കാനാ കർത്താവേ? നിന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഒരു അപ്പനുറുക്ക്, അതിൽ കൂടുതൽ ഞങ്ങൾ ചോദിക്കുന്നില്ല. നിന്റെ കരുണയുടെ ഒരു ചെറിയ കഷണം. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ ചോദിക്കുന്നതാ കർത്താവേ, നിന്റെ കരുണയുടെ ഒരു ചെറിയ കഷണം ഞങ്ങൾക്ക് വേണം. ദൈവത്തിൽ പറയാമോ കർത്താവേ? നിങ്ങളുടെ വാ തുറന്ന് പറയാം, കർത്താവേ നിന്റെ കരുണയുടെ ഒരു ചെറിയ കഷണം എനിക്ക് വേണം കർത്താവേ.
ഹല്ലേലൂയ. എന്നോട് കരുണ തോന്നണമേ, എന്നോട് ദയ തോന്നണമേ. നിയമം പാലിക്കുന്നവനായ കർത്താവേ, ഇന്ന് രാത്രി ഞാൻ നിയമത്തിന് വേണ്ടി അല്ല അപേക്ഷിക്കുന്നത്, ദയയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരുണാനിധിയേ കാൽവറിയന്തേ നീ മാത്രമാണെനിക്കാധാരം. നീ മാത്രമാണെനിക്കാധാരം. കരുണാനിധിയേ കാൽവറിയന്തേ നീ മാത്രമാണെനിക്കാധാരം. നീ മാത്രമാണെനിക്കാധാരം. കൃപയേകേണം കൃപാനിധിയേ കൃപാനിധിയേ കൃപാനിധിയേ. കൃപയേകേണം കൃപാനിധിയേ കൃപാനിധിയേ കൃപാനിധിയേ. മുൻപേ പോയ നിൻ പിൻവേഗമീപ്പാൻ നീ മാത്രമാണെനിക്കാധാരം. നീ മാത്രമാണെനിക്കാധാരം. കരുണാനിധിയേ കാൽവറിയന്തേ നീ മാത്രമാണെനിക്കാധാരം. നീ മാത്രമാണെനിക്കാധാരം. നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ. താതാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ. യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയേ കാൽവറിയന്തേ നീ മാത്രമാണെനിക്കാധാരം. നീ മാത്രമാണെനിക്കാധാരം. കരുണാനിധിയേ കാൽവറിയന്തേ നീ മാത്രമാണെനിക്കാധാരം.